ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ 3:26. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും, നിന്റെ കാൽ കുടുക്കിൽ പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. അടുത്ത മണിക്കൂറോ അടുത്ത ദിവസമോ എന്നൊന്നും നമുക്കറിയില്ല. എല്ലാം നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പദ്ധതികളുമാണ്. സർവ്വതും ദൈവ സന്നിധിയിലുണ്ട്. ജീവിതത്തിൻ്റെ വഴികളും കുഴികളും ആഴിയിലെ ചുഴികളും നിഗൂഢതകളും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നാം സാധാരണക്കാരായ മനുഷ്യരല്ലേ. എന്നാൽ ദൈവസന്നിധിയിൽ സർവ്വതും അനാവൃതമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാം. അവിടുന്ന് നിനക്ക് ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽ പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. അതെ, ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയല്ലേ തിരുക്കുടുംബം. ഇന്ന് ഈ മെയ് ദിനത്തിൽ മാർ യോസേപ്പ് പിതാവിനെ ധ്യാനിക്കുമ്പോൾ ഓർക്കാം, ദൈവം എല്ലാം മുൻകൂട്ടി അറിയിച്ചു. അതുകൊണ്ട് ആ സംരക്ഷണത്തിൻ്റെ വഴിയിൽ തിരുക്കുടുംബത്തെ കാത്തുപരിപാലിക്കാൻ മാർ യോസേപ്പ് പിതാവിന് സാധിച്ചു. ആ പരിലാളനയിൽ മാതാവ് ജീവിതം നയിച്ചു. മെയ് മാസവണക്കത്തിൽ അമ്മയെ ധ്യാനിക്കുകയല്ലേ. ഈ വലിയ മാതൃകകൾ നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കട്ടെ. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.